നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ CPM-ൽ കൂട്ടയടിയാണ്. ജി സുധാകരനെ പാർട്ടി തഴഞ്ഞു എന്നുള്ള ആരോപണം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം പി കൃഷ്ണപിള്ള അനുസ്മരണ പരിപാടികളിൽ ജി സുധാകരനെ ക്ഷണിച്ചിരുന്നില്ല. ഇത് വലിയ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ ഒരു വിഭാഗം, അതായത് പിണറായിയുടെ ശിങ്കിടികൾ മുതിർന്ന നേതാക്കളെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുകയാണെന്നും അവരെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള പരിപാടികളാണ് കാണിച്ചു കൂട്ടുന്നതെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ശബ്ദം ഉയർന്നിരിക്കുന്നു. കൃഷ്ണപിള്ള അനുസ്മരണ പരിപാടിയിൽ ക്ഷണിക്കാത്തതിൽ ജി സുധാകരൻ ഇപ്പോൾ അതൃപ്തി പരസ്യമാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ജി സുധാകര പക്ഷം പാർട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. CPM, CPI പാർട്ടികൾ ആലപ്പുഴ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച ഔദ്യോഗിക അനുസ്മരണ പരിപാടി നടത്തിയിരുന്നു. ഇതിനുശേഷം ഈ പരിപാടിക്ക് ജി സുധാകരനെ ക്ഷണിച്ചിരുന്നില്ല. എന്നാൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓട്ടോറിക്ഷയിൽ ഒറ്റയ്ക്ക് വലിയ ചുടുകാട്ടിൽ എത്തി ജി സുധാകരൻ പുഷ്പാർച്ചന നടത്തി അഭിവാദ്യം ചെയ്തിരുന്നു. അതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. ഇതോടെയാണ് വലിയ വിമർശനം ഇപ്പോൾ പാർട്ടിക്കെതിരെ ഉയരുന്നത്. ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച മുതിർന്ന നേതാക്കളോട് നീതികേടാണ് പാർട്ടി കാണിക്കുന്നത് എന്നുള്ള വിമർശനമാണ് ശക്തമാകുന്നത്. എളമരം കരീമായിരുന്നു ഇത്തവണ അനുസ്മരണ ചടങ്ങിന്റെ ഉദ്ഘാടകൻ. VS-ന് അസുഖം വന്നതിന് ശേഷം താനായിരുന്നു ഉദ്ഘാടകനെന്നും മാറ്റം ഉണ്ടായത് ഇത്തവണയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. വിമർശന രീതിയിൽ തന്നെയായിരുന്നു മാധ്യമങ്ങൾക്ക് മുൻപിൽ CPM-നെതിരെ ജി സുധാകരൻ സംസാരിച്ചത്. എന്നെ വിളിച്ചില്ല, ബോധപൂർവമാണോ വിളിക്കാതിരുന്നത് എന്നറിയില്ല. കഴിഞ്ഞ വർഷം വരെ ഞാനുണ്ടായിരുന്നു. VS-ന് വയ്യാതിരുന്നതിന് ശേഷം കഴിഞ്ഞ 4-5 വർഷമായി ഞാനായിരുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്തിരുന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായ ശേഷവും ജില്ലാ കമ്മിറ്റി എന്നെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിച്ചത്, ജി സുധാകരൻ പറഞ്ഞു. ജില്ലയിലെ ഏറ്റവും മുതിർന്ന പാർട്ടി നേതാവ് താനാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ വർഷം വരെ ഉദ്ഘാടകനായിരുന്ന തന്നെ ഇത്തവണ വിളിക്കാതിരുന്നതിന് പിന്നിൽ എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ സുധാകരൻ ഒരു വർഷത്തിനിടയിൽ വിളിക്കാതിരിക്കാൻ കാരണമായ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ജി സുധാകരനെ പൂർണ്ണമായും പിണറായി മാറ്റി നിർത്തിയതാണ് എന്നാണ് ഇപ്പോൾ പാർട്ടിയിൽ ഉയരുന്ന ഒരു വിമർശനം. കാരണം ജി സുധാകരൻ അടുത്ത കാലത്തായി പിണറായി വിജയനെയും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിനെയും നേരിട്ട് വിമർശിച്ചുകൊണ്ട് പല പ്രസ്താവനകളും നടത്തിയിരുന്നു. അതിൽ പൊള്ളി നിൽക്കുകയാണ് പിണറായി. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ജി സുധാകരനെ അടിച്ചൊതുക്കാനുള്ള, പാർട്ടിയിൽ നിന്ന് വലിച്ചു പുറത്തിടാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ആലപ്പുഴയിൽ പിണറായി വിജയന്റെ വലങ്കൈ മന്ത്രി സജി ചെറിയാനാണ് തോമസ് ഐസക്കിനെയും അതുപോലെ തന്നെ ജി സുധാകരനെയും എല്ലാം വെട്ടിനിരത്തുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. സമീപകാലത്ത് സർക്കാരിനെതിരെ ജി സുധാകരൻ നടത്തിയിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് കാരണമായിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായി അറിയാം. ഇത് പിണറായിയുടെ തിട്ടൂരമാണെന്ന് ജി സുധാകരനും വ്യക്തമായിട്ടറിയാം. ഇതിനെല്ലാം തിരിച്ചടി ജി സുധാകരൻ കൊടുക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് സമയത്തായിരിക്കും. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ജി സുധാകരന് വലിയൊരു വിഭാഗം വോട്ട് ആലപ്പുഴയിലുണ്ട്. അത് കിട്ടണമെങ്കിൽ പാർട്ടിക്ക്, പ്രത്യേകിച്ച് MV ഗോവിന്ദനും പിണറായിക്കുമൊക്കെ ജി സുധാകരനോട് ഇരക്കേണ്ട ഒരാവശ്യം വരും. അല്ലെങ്കിൽ ആലപ്പുഴയിൽ കൂട്ടയടി നടക്കും. തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കാൻ എന്തായാലും ജി സുധാകരനെ അനുനയിപ്പിക്കുന്ന ഒരു നീക്കം അതുടൻ തന്നെ ഉണ്ടാകും എന്നും പാർട്ടിയിൽ നിന്ന് തന്നെ ചില സൂചനകൾ ഉണ്ട്. സുധാകരനെ അനുസ്മരണ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ പാർട്ടി നേതൃത്വം ഇതുവരെയും ഔദ്യോഗികമായി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. പാർട്ടിയിൽ തന്നെ ഈ വിഷയത്തിൽ എതിർശബ്ദങ്ങൾ ഉയർന്നിട്ടും ഒരു പ്രതികരണവും നടത്താതെ ഇപ്പോൾ മൗനം പാലിക്കുകയാണ് MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ. പിണറായി വിജയനെതിരെ അതിശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നവരിൽ ഇപ്പോൾ പ്രധാനി ജി സുധാകരനാണ്. ഈ പാർട്ടിയെ പിണറായി വിജയനും കുടുംബവും ചേർന്ന് കുളം തോണ്ടുകയാണെന്ന് വ്യക്തമായി ജി സുധാകരൻ പല ആവർത്തി വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിനുശേഷമാണ് പിണറായിക്ക് ജി സുധാകരനെ കണ്ടുകൂടാത്തത്. ജി സുധാകരനെ പൂർണ്ണമായും പാർട്ടി പരിപാടികളിൽ നിന്ന് എല്ലായിടത്തു നിന്നും വിലക്കുന്ന ഒരു രീതിയാണ് പിണറായി വിജയൻ പുറത്തെടുക്കുന്നത്. പിണറായി വിജയനെ നേരിട്ട് വിമർശിക്കുന്ന പല പ്രസ്താവനകളും ജി സുധാകരൻ നടത്തിയിട്ടുണ്ട്. CPM-ലെ പ്രായപരിധി നിബന്ധനയ്ക്കെതിരെ വിമർശനവുമായി മുൻപ് ജി സുധാകരൻ രംഗത്ത് വന്നിരുന്നു. ഇത് പിണറായിയെ ചൊടിപ്പിച്ചു. ചട്ടം കൊണ്ടുവന്നിട്ട് 3 വർഷമേ ആയുള്ളൂ. ചട്ടം കൊണ്ടുവന്നവർക്ക് അത് മാറ്റിക്കൂടെയെന്നും ഈ ചട്ടം ഇരുമ്പുലക്ക ഒന്നുമല്ലല്ലോ എന്നും പരിഹസിച്ചുകൊണ്ട്
ജി സുധാകരൻ പ്രായപരിധി വിഷയത്തിൽ പ്രതികരിച്ചത്. 75 വയസ്സ് കഴിഞ്ഞുള്ള വിരമിക്കൽ പ്രസ്ഥാനത്തിന് ഗുണകരമാണോ എന്ന് പരിശോധിക്കണമെന്നും ജി സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. EMSന്റെയും AKGയുടെയും കാലത്തായിരുന്നുവെങ്കിൽ അവർ എന്നെ റിട്ടയർ ചെയ്തു പോകേണ്ടി വന്നേനെയെന്നും അദ്ദേഹം പരിഹാസരൂപേണ മുൻപ് പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികളിൽ 75 വയസ്സ് വിരമിക്കൽ വെച്ചിരിക്കുന്നു. ഇപ്പോൾ വിരമിച്ച എല്ലാവരും ഇതുപോലുള്ള പാർട്ടി സമ്മേളനം കേൾക്കണോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഇത് CPIയിലും കോൺഗ്രസിലും വരാൻ പോകുകയാണ്. സർക്കാർ സർവീസിൽ അതാവശ്യമാണ്, അതിന് കാരണങ്ങളുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ അങ്ങനെ റിട്ടയർമെന്റ് ഉണ്ടെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, പാർട്ടി പരിപാടി, പാർട്ടി ഭരണഘടന അതിലൊന്നും പറഞ്ഞിട്ടില്ല. പ്രത്യേക സാഹചര്യത്തിൽ ഇത് കൊണ്ടുവന്നു, ഞങ്ങളെല്ലാം അംഗീകരിച്ചു. പക്ഷേ EMSന്റെയും AKGയുടെയും കാലത്തായിരുന്നുവെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? അവർ എന്നെ റിട്ടയർ ചെയ്തു പോകേണ്ടി വന്നേനെയെന്നും സുധാകരൻ പറഞ്ഞത്. പിണറായി സഖാവിന് 75 കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ വേറെ ആള് വേണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് ഇളവ് കൊടുത്തു. പാർട്ടി പരിപാടിയിൽ ഇല്ലാത്ത ഒരു ചട്ടമാണ് വിരമിക്കൽ. പറ്റിയ നേതാക്കളെ, പൊതുജനങ്ങൾ ബഹുമാനിക്കുന്നവരെ കിട്ടാനില്ലെങ്കിൽ എന്തു ചെയ്യും? ഇതെല്ലാം ഗൗരവമുള്ള കാര്യമാണ്. ഇതെല്ലാം സമൂഹത്തോടാണ് സംസാരിക്കുന്നത്. അവരുടെ താല്പര്യങ്ങളാണ് നോക്കേണ്ടത്. തോക്കുമെന്ന് മനസ്സിലായിട്ട് അസംബ്ലിയിലും പാർലമെന്റിലും ആളെ നിർത്തിയിട്ട് കാര്യമുണ്ടോ? അയാൾ തോറ്റുപോകും എന്നറിയാം, ചുമ്മാതെ നിർത്തുകയാണ്. എല്ലാവരും പോയാലും പിണറായി വിജയൻ ആ കസേരയിൽ തന്നെ ഇരിക്കുമെന്നും അദ്ദേഹത്തിന് പ്രായപരിധി ഒന്നും പ്രശ്നമല്ല എന്നുള്ള വിമർശനവും ജി സുധാകരൻ ഒരു കടന്നകൈ പ്രയോഗം നടത്തിയിരുന്നു. ആ കാലം തൊട്ട് ഇങ്ങോട്ടെടുത്തു കഴിഞ്ഞാൽ ജി സുധാകരനെ കണ്ണിന് കണ്ടുകൂടാ പിണറായി വിജയൻ. ഇത് മാത്രമല്ല, VSനെ പാർട്ടി ഒതുക്കിയതാണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞിരുന്നു ജി സുധാകരൻ. 2011 VS സർക്കാരിന് അധികാരം നിലനിർത്താൻ കഴിയാത്തതിന്റെ കാരണം പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം രാഷ്ട്രീയ തന്ത്രങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ട് തന്നെയാണെന്ന് സുധാകരൻ ഒരു കവിതയിലൂടെ അങ്ങ് പറഞ്ഞു വെച്ചു. കലാകൗമുദി വാരികയിൽ പ്രസിദ്ധീകരിച്ച ഇടിമുഴക്കം പോലെയുള്ള ഒരു ശബ്ദം, സിംഹത്തിന്റെ ഗർജനം പോലെയുള്ള ഒരു വിളി എന്ന കവിതയിലായിരുന്നു ഈ വരികൾ തിരികെ കയറ്റി പിണറായിക്കിട്ട് നല്ല ഒന്നാം തരം കൂട്ടുകൊടുത്തത്. VS ആണ് കമ്മ്യൂണിസ്റ്റുകാരനെന്നും പിണറായി വെറും തട്ടിപ്പാണെന്നും സുധാകരൻ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ധൈര്യത്തോടെ പോരാടിയ ജനക്കൂട്ടത്തെ അവൻ മുന്നിൽ നിന്ന് നയിച്ചു. ആ കാലം തിരിച്ചു വരാൻ ഞങ്ങൾ ആഗ്രഹിച്ചെങ്കിലും യൂദാസുകൾ സൃഷ്ടിച്ച ഒരു പത്മവ്യൂഹം ഭാവി പ്രവചിക്കാൻ കഴിയുന്നതിനു മുൻപ് നിരവധി യുദ്ധക്കളങ്ങൾ നമ്മെ നഷ്ടപ്പെടുത്തി. ഇതായിരുന്നു അതിൽ കുറിച്ചത്. കേരളത്തിലെ പാർട്ടിയുടെ ജനനം, വളർച്ച, പോരാട്ടങ്ങൾ എന്നിവ പരാമർശിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. കൂടാതെ നിലവിലെ നേതൃത്വത്തെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. നമ്മളെല്ലാ പ്രതീക്ഷകളും അർപ്പിച്ച നമ്മുടെ പരമോന്നത കമാൻഡർ പരാജയപ്പെട്ടാൽ എന്തെങ്കിലും വിജയങ്ങൾ ഉണ്ടാകുമോ? പട്ടാളക്കാർ ചിതറിപ്പോയി നശിപ്പിക്കപ്പെടില്ലേ? VS പിണറായി വിഭാഗം മത്സരം അതിന്റെ ഉച്ചസ്ഥായിലായിരുന്ന സമയത്ത് VSന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നത് തടയാൻ പാർട്ടിയിലെ ഒരു വിഭാഗം പ്രവർത്തിച്ചതായി ഈ കവിതയിലായിരുന്നു പറഞ്ഞുവെച്ചത്. VS സർക്കാരിന്റെ നേട്ടങ്ങളെ കവിതയിൽ പ്രശംസിക്കുമ്പോൾ പിണറായി സർക്കാരിന്റെ നയങ്ങളോട് സുധാകരൻ അതേ വിലമതിപ്പ് കാണിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായിരുന്നു. നിലവിലെ സർക്കാരിന്റെ നവകേരള സംരംഭങ്ങളെയും ജി സുധാകരൻ കവിതയിലൂടെ വിമർശിച്ചിരുന്നു. ഇത് നമ്പർ 1 സർക്കാരാണ്. നമ്പർ 1 കേരളത്തിൽ നമ്പർ 1 സർക്കാർ ഉണ്ടാക്കിയതും ജനങ്ങളുടെ ക്ഷേമം എല്ലാം ഉറപ്പാക്കിയതും പാർട്ടിയാണെന്ന് PR വർക്കിലൂടെ പിണറായി ഒരു വശത്തൂടെ തള്ളിക്കൊണ്ട് വരുമ്പോഴാണ് മറ്റൊരു വഴിക്കൂടെ പാർട്ടിക്കിട്ട് തന്നെ സുധാകരൻ പണി കൊടുത്തത്. ഇത് മാത്രമല്ല, തപാൽ വോട്ടുകൾ പൊട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ വലിയ ബോംബ് പൊട്ടിച്ച് പാർട്ടിയെ ഊരാക്കുടുക്കിലേക്ക് തള്ളിവിട്ടതും ജി സുധാകരനാണ്. അത്തരത്തിൽ പിണറായിക്ക് അടുത്ത കാലത്തായി കണ്ടുകൂടാത്ത ഒരു നേതാവായി മാറിയിരിക്കുകയാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണപിള്ള അനുസ്മരണത്തിൽ നിന്ന് സുധാകരനെ നൈസായി വെട്ടിമാറ്റിയതും. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വീണ്ടും സുധാകരന്റെ അടുത്തേക്ക് പാർട്ടിക്ക് വരേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.